നമസ്സർവേഭ്യോ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ദ്രവജ്ര ഛന്ദസ്സിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ലക്ഷണം നമുക്കൊന്ന് നോക്കാം. സ്യാദിന്ദ്രവജ്ര യദി തൗ ജഗൗ ഗഹ. സ്യാദിന്ദ്രവജ്ര യദി തൗ ജഗൗ ഗഹ. ഇന്ദ്രവജ്ര ആകാം എപ്പോൾ? തൗ ജഗൗ ഗഹ, രണ്ട് തഗണങ്ങളും ഒരു ജഗണവും രണ്ട് ഗുരുക്കളും വരികയാണെങ്കിൽ ആ ഓർഡറിൽ തൗ ജഗൗ, രണ്ട് തഗണം ഒരു ജഗണം രണ്ട് ഗുരു എന്നീ ആ ഒരു ഓർഡറിൽ വരികയാണെങ്കിൽ അത് ഇന്ദ്രവജ്ര വൃത്തത്തിൻ്റെ ഒരു രൂപമാണ്. ഓക്കെ, യദി തൗ ജഗൗ ഗഹ, ഇതാണ് ലക്ഷണം. ഒന്ന് പഠിച്ചു വെക്കണം. തൗ എന്ന് പറഞ്ഞാൽ തഗണഹ തഗണഹ, ആ രണ്ട് തഗണങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൗ എന്നുകൊണ്ട് അവിടെ പറയുന്നത്. ജ ജഗണഹ, ഗൗ ഗഹ എന്ന് പറഞ്ഞാൽ രണ്ട് ഗുരുക്കൾ എന്നീ അർത്ഥങ്ങളെ അവിടെ ബോധിപ്പിക്കുന്നു. ഇനി ഇവയുടെ, അതായത് ഇന്ദ്രവജ്ര ഛന്ദസ്സിൻ്റെ ഉദാഹരണ സഹിതം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രഘുവംശം എന്ന കാവ്യകഥയിലെ ഒരു ലൈനാണ്. ജായാ പ്രതിഗ്രാഹിത ഗന്ധമാല്യാം. അപ്പം ഈ ഒരു ലൈനിൻ്റെ, ഇതൊരു രണ്ടാമത്തെ ലൈനാണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൂടെ, അതിൽ എന്താ ചെയ്യാൻ പറ്റില്ലേ എന്നെല്ലാം ഡൗട്ട് വരികയായിരിക്കും. കാരണം എന്താ പറയുക, ഈ ഒരു ലൈനിൻ്റെ ഫസ്റ്റ് ലൈൻ അധപ്രജാനാം അധിപപ്രഭാതേ എന്ന് തുടങ്ങുന്നതാണ് ആ ലൈന്. അതിൽ ഈ ഇന്ദ്രവജ്ര ഛന്ദസ് വരുന്നില്ല. അവിടെ ഉപേന്ദ്രവജ്ര അതാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ഭാഗത്ത് നമുക്ക് എല്ലാ ലൈനും ഇന്ദ്രവജ്രയായിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരൊറ്റ ലൈൻ ജായാ പ്രതിഗ്രാഹിത ഗന്ധമാല്യം എന്ന ആ രഘുവംശത്തിൻ്റെ ഒറ്റ ലൈൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ജ യാ പ്ര, അതാണ് ആദ്യത്തെ മൂന്ന് വർണ്ണങ്ങൾ. അത് തഗണമാണ്, കാരണം അന്ത്യ ലഘു തഗണം. ഓരോ പ്രത്യേകമായിട്ടുള്ള അക്ഷരങ്ങളുടെ നിയമങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഗുരു ലഘുക്കളുടെ നിയമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. അത് ആ ഗുരു ലഘുക്കളുടെ നിയമങ്ങൾ പഠിച്ചതിന് ശേഷം ഇതൊന്ന് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമാകും. പിന്നെ തി ഗ്ര ഹി, അടുത്ത മൂന്ന് വർണ്ണങ്ങൾ അതും തഗണം തന്നെയാണ്, അന്ത്യ ലഘു. പിന്നെന്താ ത ഗ ധ, അത് ജഗണമാണ്, മധ്യ ഗുരു. പിന്നെ മാല്യാം മാ ല്യ, രണ്ട് ഗുരുക്കൾ അവിടെ വന്നു. അപ്പോൾ ഇവിടെ അന്ത്യലഘു അന്ത്യലഘു മധ്യ ഗുരു, പിന്നെ രണ്ട് ഗുരുക്കൾ. ഇവ വന്നതുകൊണ്ട് തന്നെ
ഈ ഒരു ഇന്ദ്രവജ്രാവൃത്തം അവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ട് നമുക്ക് ഇന്ദ്രവജ്രയെ ലഭിച്ചു. പിന്നെ ഈ ഇന്ദ്രവജ്രയുടെ തന്നെ 4 പാദങ്ങളിലുമുള്ള ഒരു ഉദാഹരണങ്ങൾ കൂടി ഞാൻ അടുത്ത രണ്ടാമതായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ എന്താ പറയുക, ഗുരു ലഘുക്കളെ തിരിച്ചിട്ടുമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് എങ്ങനെയെല്ലാമാണ് അവിടെ വന്നിരിക്കുന്നത്, ഗുരു ലഘുക്കൾ വന്നിരിക്കുന്നത് എന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കുക. ഓക്കെ, നോക്കി ഒന്ന് പഠിക്കുക. അടുത്ത ഉദാഹരണം, വിദ്യേവ പുംസോ മഹിമേവ രാജ്ഞഃ പ്രജ്ഞേവ വൈദ്യസ്യ ദയേവ സാധോ ലജ്ജേവ ശൂരസ്യ മുജേവ യൂനോ സംഭൂഷണം തസ്യ നൃപസ്യ സൈവ. ഇതാണ് അടുത്ത ഒരു ശ്ലോകം. ഇത് 4 ലൈനും ഇന്ദ്രവജ്രയുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം ഞാൻ വൃത്തങ്ങൾ തിരിച്ചിട്ടുണ്ട്, ഗുരു ലഘുക്കളെ അടക്കം ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ശ്ലോകത്തിനനുസരിച്ചിട്ട് എല്ലാവരും ഒന്ന് ഗുരു ലഘുക്കളെ തിരിച്ചിട്ട് നിയമങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ് ഇന്ദ്രവജ്ര ഛന്ദസ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ധന്യവാദ.